Hi friends, I am Rani. Welcome to my channel Salt and Pepper. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ബ്യൂട്ടി ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും പ്രയോജനമായിരിക്കും. നോർമലി നമ്മൾ പാർട്ടികൾക്കോ അല്ലെ ഫംഗ്ഷനുകൾക്കോ ഒക്കെ പോകുമ്പോഴാണ് നമ്മൾ നല്ലൊരു മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും ഫൗണ്ടേഷൻ ഇട്ടു, സെറ്റിംഗ് പൗഡർ ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, ഒരുമാതിരിപ്പെട്ട നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തായിരിക്കും പോകുന്നത്. അതിനൊക്കെ നമുക്ക് കുറച്ചേറെ സമയമെടുക്കും. എന്നാൽ നമ്മളൊരു ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുകയോ പള്ളിയിൽ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഫംഗ്ഷനുകൾക്ക് പോവുകയോ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒരു പൗഡറൊക്കെ ഇട്ടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ഈ ഒരു മെത്തേഡ് ജസ്റ്റ് വെരി സിമ്പിൾ മെത്തേഡാണ്. പക്ഷെങ്കിൽ ആര് കണ്ടാലും ഒന്നുകൂടെ നിങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ട് പോകത്തുള്ളൂ. അത്രയ്ക്കും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ്. ഇത് ഞാൻ കുറേ നാളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പം ഞാനത് സക്സസ് ആയി. ഞാൻ ഓർത്തു ഇതുകൂടെ നിങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ എല്ലാവർക്കും അത് പ്രയോജനമാകത്തില്ലേ. ഇതിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നോർമലി നിങ്ങൾ മുഖത്തിടുന്ന ഒരു നല്ല മോയ്സ്ചറൈസിങ് ക്രീം മുഖത്തിടുക. അതുപോലെ തന്നെ ലിപ് ബാം. നിങ്ങൾക്ക് ഇനി കണ്ണെഴുതണമെങ്കിൽ തീർച്ചയായിട്ടും കണ്ണെഴുതുക, ഐ ഷാഡോ ഇടണമെങ്കിൽ ഐ ഷാഡോ ഇടുക, ലിപ്സ്റ്റിക്ക് ഇടുക, എവറിത്തിങ് അപ് ടു യു. നിങ്ങൾക്ക് എങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു, കണ്ണെഴുതി, അങ്ങനെയെല്ലാം തന്നെ നിൽക്കുകയാണ്. ഇനിയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ കിടക്കാം. ഇനി ഞാൻ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഫൗണ്ടേഷൻ പൗഡർ. നിങ്ങൾ നല്ലൊരു കമ്പനിയുടെ തന്നെ ഫൗണ്ടേഷൻ പൗഡർ എടുക്കാൻ നോക്കണം കേട്ടോ. ഇത് പറയുന്നത് ബെനഫിറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഹലോ ഫ്ലോലെസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഇത് നമ്മുടെ സ്കിന്നിന് യോജിച്ച രീതിയിലുള്ള കളർ ചൂസ് ചെയ്യാൻ ആരും മറക്കരുത്. ഇത് എൻ്റെ സ്കിൻ കളറിന് പറ്റിയ ഒരു കളറാണ് കണ്ടോ. ഇതൊരു പൗഡർ. ഇത് ഉപയോഗിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നമുക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഫൗണ്ടേഷൻ പൗഡർ എന്ന് വെച്ചാൽ നല്ല ഡ്രൈ സ്കിൻ ഉള്ളവർ ഫൗണ്ടേഷൻ പൗഡർ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് കൂടുതൽ ഫ്ലേക്കി ആയിട്ട് നിങ്ങളുടെ മുഖത്ത് തോന്നും. അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല ഇട്ട് വരുമ്പോഴേക്കും. പക്ഷേ ഇച്ചിരിയൊക്കെ ഡ്രൈനെസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇട്ട് ഇതിനെ ഒന്ന് സപ്രസ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പം വരികയില്ല. അപ്പം ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മെത്തേഡ് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എനിവേ ഞാൻ തന്നെ ഇത് പരീക്ഷിച്ച് വർക്കൗട്ട് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്ന് ട്രൈ ചെയ്യുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് എല്ലാവർക്കും വർക്കാവും. അപ്പം നോക്കിക്കോട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ട് ഫൗണ്ടേഷൻ പൗഡർ ഇട്ട് കൊടുക്കുന്നു. ഒത്തിരി തിക്കായിട്ടൊന്നും ഇടണ്ട. നമ്മൾ സാധാരണ ഇടുന്ന പോലെ തന്നെ നോർമലായിട്ട് നമ്മൾ പൗഡറൊക്കെ ഇട്ട് പുറത്ത് പോകത്തില്ലേ, അതിനൊക്കെ പകരമായിട്ട് നമ്മൾ നല്ല സുന്ദരമായിട്ടൊന്ന് ഫൗണ്ടേഷൻ പൗഡർ ഇട്ട് കൊടുക്കുക. ഞാൻ ഫൗണ്ടേഷൻ പൗഡർ ഇട്ടിപ്പം നിങ്ങൾ കഴിവ് നല്ലൊരു കമ്പനിയുടെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് നന്നായിട്ട് വർക്കൗട്ട് ആവും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു കൺസീലർ. ഈ 2 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇല്ലാതെ പറ്റില്ല കേട്ടോ. 2 അല്ല 3 പ്രൊഡക്റ്റ്. അപ്പം ആദ്യം ഫൗണ്ടേഷൻ പൗഡർ, അതിനുശേഷം നമ്മുടെ സ്കിന്നിന് യോജിച്ച ഒരു കൺസീലർ. നമ്മുടെ ഹൈലൈറ്റിന് വേണ്ടിയല്ല, സ്കിൻ കളറിന് തന്നെ യോജിച്ച ഈ മാർക്കിനെയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണിത്. നമ്മൾ പൗഡർ ഉപയോഗിക്കുന്നുണ്ട് തന്നെ ഈ ലിക്വിഡ് കൺസീലർ ആകുമ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ആവും, നന്നായിട്ട് അത് ഡ്രൈ ആയിക്കോളും. ആകെ ഇടാൻ പോകുന്നത് നമ്മുടെ മാർക്കുള്ള ഭാഗത്ത് മാത്രമാണ് കേട്ടോ. അപ്പം കുഞ്ഞു മാർക്സ് അല്ലേ നമുക്കുള്ള, അതിലേക്ക് ചെറുതായിട്ട് ഒരു സ്മോൾ ടൈനി സ്പോട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. നോക്കിക്കേ, എൻ്റെ മുഖത്തെ പാട് നിങ്ങൾക്ക് കാണാമല്ലോ. ഇതുണ്ട്, ഇതൊരു മറുകാണ്. സി ദാറ്റ്സ് ഓൾ. കണ്ടോ, അത്ര വേണ്ടു. ഇത് 2 എന്തോ കടുക് പൊട്ടിത്തെറിച്ച വീതമാണ്. ആൻഡ് ദെൻ ഇതൊക്കെ മറുക. ഞാൻ മറുകിൻ്റെ ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. ബോൺ വിത്ത് മറുകാണോ കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും എനിക്ക് ഇടേണ്ടി വരുന്നുള്ളൂ. ഞാൻ ആ ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബ്രഷുകളൊന്നും ഉപയോഗിക്കരുത്. നിങ്ങളുടെ കൈ വിരലുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ വളരെ ജെൻറ്റിലായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പം നന്നായിട്ടത് ബ്ലെൻഡാവും. ഒരിക്കലും ബ്രഷ് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തെന്നിപ്പോയി ആ പൗഡർ തന്നെ ഡിസപ്പിയർ ആയി പോകും, നമ്മുടെ ക്രീമും ഒക്കെ. സോ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, മിനിമസായി കണ്ടോ. അതന്നെ ഇവിടെയുണ്ട്, അതിനെ നന്നായിട്ടൊന്ന് ചെയ്തു. ആൻഡ് ദെൻ ഇവിടെ കണ്ടോ ഇപ്പം നന്നായിട്ട് മാറി. നിങ്ങൾ കണ്ടില്ലേ, ഇതിനകത്ത് ഒരു മാജിക്കും ഇല്ല. ഇത്ര മാത്രം ഞാൻ ചെയ്തുള്ളൂ. ഇപ്പം തന്നെ ഇത് മുഖത്തിനോട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 3ാമത്തെ കാര്യം, ഒരു സെറ്റിംഗ് സ്പ്രേ. നിങ്ങൾക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഏത് തരം സെറ്റിംഗ് സ്പ്രേ ആണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ബോഡി ഷോപ്പിൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത്. മാറ്റി വെച്ചിട്ട് ചിലതൊക്കെ ഷേക്ക് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടത് കാണും.
ഇത് ഷെയ്ക്കേണ്ട കാര്യമില്ല. ഇത് മാറ്റി പിടിച്ചിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴേക്ക് നമ്മുടെ മുഖത്തുണ്ടാകുന്ന എക്സസ് പൗഡർ എല്ലാം നന്നായിട്ട് മാറി നമ്മുടെ സ്കിന്നിന് യോജിച്ച രീതിയിൽ നല്ലൊരു ലുക്കായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെറ്റിംഗ് സ്പ്രേ അടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ സെറ്റിംഗ് സ്പ്രേ മുഖത്തടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു കാരണവശാലും ഇതിനെ തൂത്ത് കളയാൻ ശ്രമിക്കരുത്. നന്നായിട്ടൊന്ന് വീശി കൊടുക്കുക. അപ്പോൾ ഇത് ഡ്രൈ ആവും. ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി എക്സസ് ഹെയർ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഹെയർ ഇരിക്കുന്ന ഉണ്ടാവാം. പക്ഷേ നിങ്ങൾ സെറ്റിംഗ് സ്പ്രേ അടിച്ച് കഴിയുമ്പം അതൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് യോജിച്ച് പോകും. ഇൻ കേസ് അങ്ങനെ ഉണ്ട്, ഒരുപാട് ഹെയർ ഉണ്ട്, അല്ല പൊങ്ങി നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പഞ്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയേ ചെയ്യാമുള്ളൂ. ഉണ്ടോ? ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ തന്നെ അത് സെറ്റാവും. എല്ലാം നന്നായിട്ടൊന്ന് വീശി കൊടുക്കുക. നന്നായിട്ടൊന്ന് കാറ്റ് കൊള്ളുമ്പോൾ തന്നെ അത് ഡ്രൈ ആവും. അതിനുള്ള സമയമുള്ളൂ. പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. ഈ സംഭവം നമ്മുടെ മുഖത്തുനിന്ന് ഒരിക്കലും മാഞ്ഞു പോകത്തില്ല. അത് അവിടെ തന്നെ ഇരിക്കും. രാവിലെ പോയിട്ട് നിങ്ങൾ വൈകുന്നേരം വന്നാൽ പോലും ഇതിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവും, നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടാവും. നിങ്ങളുടെ മുഖമൊക്കെ നിങ്ങളൊരു പാർലറിലൊക്കെ പോയിട്ട് വന്നിട്ട് തോന്നിയ പോലെ ഇരിക്കും. ആര് കണ്ടാലും ഓർക്കും ഇതെന്താ മുഖത്ത് ചെയ്ത് എന്താ അത്ര മാറ്റം എന്ന് എല്ലാവരും ചോദിക്കും. കാരണം ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്തിട്ട് ഞാൻ പുറത്ത് പോയിട്ട് പലരും ചോദിച്ചു എന്താ മുഖത്ത് ഉപയോഗിക്കുന്നത്, എന്ത് ക്രീമാണ്. കാരണം ഇതൊരു നാച്ചുറൽ ലുക്കാണ്, ഒരു എക്സസ്സും ഇല്ല. നമ്മൾ സാധാരണ നമ്മുടെ മുഖത്ത് ഉള്ളൊരു എഫക്റ്റ് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒരു പൗഡറൊക്കെ ഇട്ടൊരു ഫീലേ ഉണ്ടാകത്തുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് വെറുതെ പറഞ്ഞതല്ല, ഞാൻ പരീക്ഷ കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും തന്നെ മുഖത്ത് 1-2 പാടെങ്കിലും ഇല്ലാത്തവരായിട്ടില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്താൽ തീർച്ചയായും വർക്കാവും. അപ്പം ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തന്നെ ഞാൻ കരുതട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും താങ്ക് യു ആൻഡ് ബൈ.